ദൈവത്തിന് മുഖത്തുണ്ടാവട്ടെ. ആരെയോടനുബന്ധിച്ച് ചില ചിന്തകൾ പറയാൻ ആടിയെന്ന് ആഗ്രഹിക്കുന്നു. പ്രാരംഭമായി ലൂക്കോസ് 17 മുതൽ 19. ലൂക്കോസ് 17 മുതൽ 19. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലും നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളുടെ കരുണയുണ്ടാകുമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവനവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ തനിക്ക് സൗഖ്യമെന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങിയെന്ന് അവൻ്റെ കാൽക്കൽ കവിഴ്ന്ന് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ ഇവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ല എന്ന് യേശു പറഞ്ഞിട്ട് അവരോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിരക്ഷിച്ചിരിക്കുന്നു. ലൂക്കോസിന്റെ തന്നെ 23 39. വരെ. തൂക്കിയ ദുഷ്പ്രവൃത്തിയിൽ ഒരുത്താൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് മറ്റവനെ ശാസിച്ചു. സമൂഹ ശിക്ഷാവധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യേശുവെ, നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടി പരദീസിലിരിക്കും എന്ന് ഞാൻ സത്യം എന്നോട് പറയുന്നു. ഇയ്യോബിന്റെ പുസ്തകം 13 യോബ് 13 5 വായിക്കും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പായി തെളിയിക്കും. ഒരു വാക്യം കൊണ്ട് വായിക്കാം. 150 സങ്കീർത്തനം 150 6 വാക്യം. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പേ. ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു രോഗം, അതായത് കുഷ്ഠരോഗം ആരും ഇഷ്ടപ്പെടാത്ത രോഗമാണ്. പോയിൽ തന്നെ സൗഖ്യമാക്കി. ക്രിസ്തുവിന്റെ പല കാര്യങ്ങൾ നോക്കുമ്പോൾ ചേറ് കണ്ണിൽ പറ്റി ചേറുണ്ടാക്കി. ഇത് പറഞ്ഞു വാക്കാലാണ്. നീ പോണ പോക്കിൽ അവർ സൗഖ്യമാക്കി കഴിച്ചത്. പക്ഷെ ഒരാൾ മാത്രമേ നന്ദികരമാണ്. അവ യഹൂദനല്ല, അന്യജാതിക്കാരനാണ്. നമുക്ക് അതിലും വലിയ വില നമുക്ക് തന്നിരിക്കുന്നത്. നിത്യജീവൻ നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. എപ്പോഴും പല പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചത് ഇങ്ങനെയല്ല പരീക്ഷിക്കണേ എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷെ അതൊന്നല്ല പ്രശ്നം. നമ്മളിപ്പോൾ മരിച്ചാൽ സ്വർഗത്തിലാണ്. ആ പ്രത്യാശ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമല്ല. അവരെ യോബിനെ പരീക്ഷിക്കപ്പെട്ട ലോകത്തിൽ ആരും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. യോബ് സാത്താൻ പറഞ്ഞത് അവന് വേല് ചുറ്റിക്കെട്ടിയിരിക്കുന്നു. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ അവന്റെ ജീവനൊഴിച്ച് നീ എന്ത് വേണമെങ്കിൽ ചെയ്തോളം പറഞ്ഞാൽ വിട്ടുകൊടുക്കണം. അങ്ങനെ ആർക്കും അങ്ങനെ ഇവരുടെ ഭാര്യ തന്നെ പറഞ്ഞു, തള്ളിക്കളഞ്ഞ് ദൈവത്തിനെ തള്ളിക്കളയാൻ പറഞ്ഞു. അവന്റെ കൂട്ടുകാർ പറഞ്ഞു, ഉപദേശിച്ചു. പക്ഷെ നമ്മൾ എപ്പോഴും ദൈവത്തോട് പറ്റി ജീവിക്കണം. ദൈവം മുഖത്തും